വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ BMW 5 സീരീസ് ആണ്, 2010 മോഡലാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ എൻറ്റയർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഓൺ റോഡിൽ നമ്മൾ എസ് ക്ലാസ് കൺവേർഷൻസും ഒരുപാട് കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു BMW 5 സീരീസും കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് 2017 മോഡൽ മുതലുള്ള M5ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ഹുഡ് ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡേഴ്സ് മാറുന്നുണ്ട്. ഏറ്റവും പുതിയ ഹെഡ് ലാംപ്സ് ആണ് ഈ ഒരു വെഹിക്കിളിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗ്രില്ല് മാറുന്നുണ്ട്, ബമ്പേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഒരു എൻറ്റയർ ഫ്രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വെഹിക്കിളിന് നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റിങ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ റിയർ ബമ്പർ ചേഞ്ച് ആവും, ടെയിൽ ലാമ്പ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഒരു വണ്ടിയുടെ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നോർമലി LC ലാൻഡ് ക്രൂസറിനും അതുപോലെ തന്നെ ക്ലാസിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ BMW വന്നിരിക്കുകയാണ്. ഈ ഒരു F10 സീരീസിലുള്ള നമ്മുടെ BMW 5 സീരീസ് മോഡലൊക്കെ നമുക്ക് ഇനി 2017 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാം. 2010 to 17 എന്ന് പറയുമ്പോൾ BMWൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 5 സീരീസ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓൺ റോഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് ഇറക്കി തരും. കംപ്ലീറ്റ് ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്തിട്ട് ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഇറക്കാം. ഇപ്പോൾ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ കേരള സിംഗിൾ ഓണർ വെഹിക്കിളാണ്. അപ്പോൾ അതർ സ്റ്റേറ്റ് വെഹിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ നമ്പറിൽ പുതിയ കാറായിട്ട് തന്നെ ഇറക്കാം. നമ്മുടെ ലാൻഡ് ക്രൂസറും അതുപോലെ തന്നെ G-Wagon ഒരുപാട് വെഹിക്കിൾസ് നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആ ഒരു ലൈനപ്പിലേക്ക് ഈ ഒരു BMWൻ്റെ F10 സീരീസും കൂടി വരികയാണ്. ഈ ഒരു മോഡൽ 5 സീരീസിന് ഓൾറെഡി M4 കിറ്റ് ഉണ്ട്. ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പറും ഈ ഒരു ഫെൻഡറും ചേഞ്ച് ആവുന്ന മോഡൽ കിറ്റ് M4 M5 ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റിങ് വരും. കളർ നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമറുമായിട്ട്. ചിലപ്പോൾ ബ്ലാക്കിലേക്കായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള BMWയുടെ M5 2023ലേക്കാണ് ഈ ഒരു വെഹിക്കിൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കാണാം. Close your eyes. Used to be so simple. Haven't got a clue as to why the world is filled with lies. But then again, we're sinful. 'Cause we keep the truth to ourselves. Maybe we're hypnotized. This is I've been living. Shit's too serious, but I can't abandon this. I've been living, but I can't abandon.
വർക്ക് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെക്കാളും അടിപൊളിയാകെ ചെയ്തിട്ടുള്ളത്. പിന്നെ കളറും കാര്യം കഴിയുമ്പോൾ സംഭവം അടിപൊളിയായി. ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് മൊത്തത്തിൽ. കളർ സെലക്ഷന് ബ്ലാക്ക് ടൈപ്പിന് ഫാദറും ഒക്കെ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. ബ്ലാക്കിലോട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെന്താ വിചാരിച്ചതിൻ്റെയൊക്കെ ഉഷാറായിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഉണ്ട് ഓൺ റോഡ് എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷേൻ്റെക്കാളും ഉഷാറായിട്ടുണ്ട് വർക്കല്ല. വണ്ടിയുടെ കിറ്റ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. M5ൻ്റെ കിറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കളേഴ്സ് ആ ഗ്രീൻ സെറാമിക് ബ്ലാക്ക് ആ കളേഴ്സ് നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലോയ്സൊക്കെ എടുത്ത് പറയാനുണ്ട്. ആ വൈറ്റ് ടൈപ്പ് പാറ്റേൺ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ക്രോം ലൈന് ഡോറിൻ്റെ ബീഡിങ് ഒക്കെ ഉഷാറായിട്ടുണ്ട്. ക്രോം വണ്ടി കണ്ടാൽ പറയൂല ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അത്രയും പെർഫെക്റ്റ് ആണ്. നമ്മളെ പുതിയ ടൈപ്പ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കൺവേർഷൻ ആണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല ആ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ. പിന്നെ കുറച്ച് ലൈക്ക് പെയിൻസിങ്ങനെ ഡിക്രോം ചെയ്ത് കൂടി ഒന്നുകൂടി അടിപൊളിയായിരുന്നു. പിന്നെ ആദ്യം കുറേ അന്വേഷിച്ചിരുന്നു ഏത് നോക്കണം എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഓൺ റോഡ് സജസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ വർക്ക്സ് എല്ലാം കണ്ടപ്പോൾ തന്നെ ഉറപ്പായി നിങ്ങളുടെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. Yoxi. നമ്മുടെ 2010 മോഡൽ 530D കംപ്ലീറ്റ് ആയിട്ട് 2023 ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിത്ത് സെറാലിക് ബ്ലാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു പെയിൻറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നതെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ ഔട്ട്ലുക്ക് തന്നെ നമ്മുടെ ബിഫോർ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. എൻ്റയർ ആയിട്ട് ഈ ഒരു വെഹിക്കിൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് മാറി. നമ്മൾ നോർമൽ ഫേസ് ലിഫ്റ്റിലൊക്കെ വരുന്ന രീതിയിൽ ഈ ഒരു ഹുഡ്, അതുപോലെ തന്നെ ഫെൻഡർ, ഏറ്റവും അട്രാക്ഷൻ പോയിന്റ് ഇതിൻ്റെ ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ ഗ്രില്ല് ചേഞ്ച് ആയിട്ടുണ്ട്, ലോവർ ബമ്പർ മാറിയിട്ടുണ്ട്, ലോവർ ഗ്രില്ല് ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ഫെൻഡറിലും ഗ്രില്ലിലൊക്കെ നമുക്ക് M5ൻ്റെ ബാഡ്ജിങ് കാണാം. നമ്മുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ റിയർ ബമ്പർ മാറിയിട്ടുണ്ട്, ടെയിൽ ലാംപ്സ് മാറിയിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിൾ നമുക്ക് വൈറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ബിഫോർ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറാലിക് ബ്ലാക്ക് എന്നുള്ള ഒരു സ്പെഷ്യൽ കളറിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു M സ്പോർട്ടിൻ്റെ തന്നെ ഒരു വീലും 18 ഇഞ്ച് വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷ്ലിൻ്റെ ടയറുമാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ M5ൻ്റെ ബാഡ്ജിങ് നമുക്ക് ഗ്രില്ലിൽ കാണാം, അതുപോലെ തന്നെ ഫെൻഡറിൽ കാണാം. ടോട്ടലി ഒരു നല്ല പാക്കേജാണ് ഈ ഒരു വെഹിക്കിൾ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് 2010, 2012 വന്നിട്ടുള്ള 5 സീരീസ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് 5 സീരീസ് 2010 F10 മോഡലൊക്കെ. അവർക്ക് ഇങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ LC, ലാൻഡ് ക്രൂസർ, G വാഗനൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ ഇനി മുതൽ 5 സീരീസ് F10 മോഡലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു പെയിൻറ്റ് ജോബിന് നമുക്ക് 5 ഇയർ വാറണ്ടി ഉണ്ടാവും. നമ്മുടെ അത്രയും ക്വാളിറ്റിയിലാണ് നമ്മുടെ ഓൺ റോഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. നമ്മുടെ ഓൺ റോഡിൻ്റെ കൊച്ചി ഷോറൂം വരും മാസങ്ങളിൽ ഓപ്പൺ ആകാൻ പോവാണ്.
കുറച്ചുകൂടിയും നമ്മുടെ ആ ഒരു സൈഡിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഓൺ റോഡിലേക്ക് ഇനി റീച്ച് ചെയ്യാനും അതിന് ഓൺ റോഡിൻ്റെ സേവനങ്ങൾ ഓൺ റോഡിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാനും ഇനി കൊച്ചിയിൽ നമ്മൾ ഓപ്പൺ ആകാൻ പോവാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഈ ഒരു 5 സീരീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അപ്പോൾ 2010 മോഡലിന് ഇങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റ് പോസിബിൾ ആകുന്നുള്ളത് BMW പ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണെന്ന് പറയാം. ഈ ഒരു 5 സീരീസിൻ്റെ ഫേസ് ലിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നമ്മുടെ മെസ്സേജ് ആയിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാം. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.